Hello guys, welcome to our new YouTube channel. അപ്പോൾ ഇന്ന് ശിവരാത്രി ഒക്കെ ആയിട്ട് ഞങ്ങൾ എന്തായാലും അമ്പലത്തിലൊക്കെ പോയി. അത് 4 മണിക്ക് എണീറ്റ്. അത് 4 മണിക്ക് എണീറ്റിട്ട് ഞങ്ങൾ ഞങ്ങൾ ഇത്രയും നേരത്തെ ഒരു 3-4 വർഷക്ക് മുന്നേക്ക് പോയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പോഴാണ് ഇത്ര നേരത്തെ വിളക്കെപ്പ് ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് 4 മണിക്ക് എണീറ്റിട്ട് അമ്പലത്തിലേക്ക് പോയത്. അതിനുശേഷം നമ്മൾ ശിവന്റെ അമ്പലത്തിലേക്ക് പോയി. പിന്നെ നെസ്റ്റോയിൽ പോയി ഫുഡൊക്കെ കഴിച്ച് കുറച്ചേരം വന്ന് കിടന്നുറങ്ങി. ശിവരാത്രി ശിവരാത്രി നല്ലോണം കിടന്ന് ഉറങ്ങി. ഇപ്പൊ ഉറങ്ങി നീട്ടിട്ടുള്ളൂ. പിന്നെ നമ്മൾ അമ്പലത്തിൽ പോയതിന്റെ ഒരു ഷോർട്ട് വീഡിയോ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും പോയി കാണാം. പിന്നെ എന്താ പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മള് എന്ത് ചെയ്യുമെന്ന് ഇങ്ങനെ ആലോചിച്ചപ്പോ ഇന്നിപ്പോ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലല്ലോ, ശിവരാത്രി അല്ലേ. അപ്പൊ അതുകൊണ്ട് നമ്മൾ വിചാരിച്ച് ശിവരാത്രിയുടെ ഐതിഹ്യം ആർക്കൊക്കെ എന്തൊക്കെ അറിയാന്നുള്ളത് ചോദിച്ചു നോക്കാന്ന് വിചാരിച്ചു. വീട്ടുകാരുടെ നമ്മള് രണ്ടാളെ ഇത് ഞങ്ങള് ഗൂഗിളൊന്നും ചെയ്ത് നോക്കിയിട്ടില്ല കേട്ടോ, പൊട്ടത്തരായിരിക്കും. നമ്മളൊന്നും പ്രിപ്പയർഡ് ഒന്നും അല്ല. എന്താണ് നമ്മുടെ മനസ്സിലുള്ള നമ്മൾ ഓൾറെഡി മൈൻഡിൽ ഒരു സംഭവം ഉണ്ടാവുമല്ലോ, എന്താണ് ശിവരാത്രി നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതാണ് നമ്മളിപ്പോ പറയാൻ പോകുന്നത്. അത് ഈ പറ. ഓക്കെ, എന്റെ മനസ്സിൽ എന്താ വെച്ചെങ്കിൽ ശിവൻ ജനിച്ച ദിവസം എന്റെ മനസ്സില് ശിവൻ ജനിച്ച ദിവസമാണ് ശിവരാത്രി. അന്ന് ശിവൻ ഉറങ്ങും, ബാക്കി നമ്മളെല്ലാരും ഉറങ്ങാതിരിക്കും. അതാണ് എന്റെ മനസ്സിലുള്ള ശിവരാത്രി. ഓക്കെ, എനിക്ക് ശിവൻ ജനിച്ച ദിവസമാണോ അതാണെന്നൊന്നും അറിയില്ല. പക്ഷെ അതായത് ഉറങ്ങാണ്ടിരിക്കുന്നത് ശിവ എല്ലാ ദിവസവും നമ്മൾക്ക് വേണ്ടിയിട്ട് ശിവ ഉറങ്ങാണ്ടിരിക്കും. നമ്മളെല്ലാവരും ആ സമയത്ത് കിടന്നുറങ്ങും. അതിന് പകരം നമ്മൾ ഒരു ദിവസം ശിവന് ഉറങ്ങാൻ വിടുക. എനിക്കതേ അറിയുള്ളൂ, സത്യമായിട്ട് എനിക്കതേ അറിയുള്ളൂ. അപ്പൊ ഇനി നമുക്ക് ഓരോരുത്തരുടെ അടുത്തായിട്ട് ചോദിച്ചു നോക്കാം. യെസ്, നമുക്ക് ചോദിച്ചിട്ട് വരാം. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം തന്നെ കുറച്ച് വയസ്സായിട്ടുള്ള ആൾക്കാരിൽ നിന്ന് തുടങ്ങാം. എന്താണ് ഇതിന്റെ ഐതിഹ്യം? അപ്പൊ അച്ഛമ്മ അമ്പലത്തിൽ പോകാൻ വേണ്ടി റെഡി ആവുന്നുണ്ട്. അപ്പൊ നമുക്ക് അച്ഛമ്മോട് തന്നെ ആദ്യം ചോദിക്കാം. എല്ലായ്പ്പോഴും നമ്മള് ശിവൻ നമ്മളെ കാത്തിരിക്കുകയാണ്. നിങ്ങളെപ്പോഴും ഉറങ്ങണ എന്താണ്, നിങ്ങൾ ഉറങ്ങാതെ നോക്കിയിരിക്കുന്ന ആളാണ് ശിവൻ ഉറങ്ങുന്ന സമയം നമ്മൾ നോക്കിയിരിക്കണം എന്നാണ് അതിന്റെ ഐതിഹ്യം. അല്ല, ശിവരാത്രിക്ക് അതായത് എന്തുകൊണ്ടാണ് നമ്മൾ ഈ ശിവരാത്രി ദിവസം അതന്നെ, ഒരു ദിവസം ശിവന് ഉറങ്ങണം. അപ്പൊ ആ സമയം നമ്മളെല്ലാവരും നോക്കിയിരിക്കണം എന്നാണ് പറഞ്ഞത്. ശിവനെ നോക്കിയിരിക്കണം. എപ്പോഴും ശിവൻ ഉറങ്ങുന്ന സമയത്ത് നമ്മള് ഉറങ്ങാതെ ആയിരിക്കണം. അതന്നെ. ഓക്കെ, ശിവരാത്രി എന്ന് പറഞ്ഞാ ഇപ്പൊ അമ്മയൊക്കെ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ, അത് ആ ഒരു അറിവ് തന്നെ എനിക്കുള്ളൂ. എന്നാ പറ, എന്താ അറിവ്? ശിവൻ എല്ലാ ദിവസവും ഉറങ്ങാണ്ട് നമ്മളെ കാത്തിരിക്കുക എന്നാ പറയുക. അപ്പൊ ഒരു ദിവസം ശിവന് വേണ്ടിയിട്ട് നമ്മള് കാത്തിരിക്കണം, ഉറക്കൊളച്ചിരിക്കുക. അതാണ് എനിക്കറിയുന്ന ഒരു അറിവ്. ഇത് മറ്റേ 1ാം ക്ലാസ് കുട്ടീനെ കൊണ്ട് പറയിപ്പിക്കണം പോലെ. ഓക്കെ, ശരി, ബൈ. മിനാട്ടാ, എന്താണ് ശിവരാത്രി? ശിവരാത്രി എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു അറിവിൽ ഞാൻ ചെറുപ്പത്തിലേക്ക് കേട്ടിട്ടുള്ളത്, ശിവന് ഉറങ്ങുന്ന ദിവസം ബാക്കിയുള്ള എല്ലാ ദിവസവും നമ്മൾ ഉറങ്ങുന്നത് ശിവൻ നമുക്ക് വേണ്ടിയിട്ട് ഉറക്കം വയ്ക്കാനുണ്ടാവും. ഇന്നത്തെ ദിവസം ശിവൻ ഉറങ്ങാന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്, ബാക്കി എനിക്കറിയില്ല. ഓക്കെ, ശോഭമ്മ, എന്താണ് ശിവരാത്രി? ശിവ ഉറങ്ങുന്ന ദിവസം. അത് കൂടാണ്ട് നിങ്ങക്ക് എന്തെങ്കിലും അറിയോ? പിന്നെ വ്രതം നോക്കും, കാശി എടുക്കും, പിന്നെ ഒരിക്കലും ഒന്നു. എന്നിട്ട് ഇന്ന് എടുത്തിട്ടുണ്ടോ? എടുത്തിട്ടുണ്ട്. ഗുഡ്, വെരി ഗുഡ്. മേമേ, എന്താണ് ശിവരാത്രിനെ കുറിച്ച് പറയാനുള്ളത്? ശിവൻ ഉറങ്ങണ ദിവസം ശിവരാത്രി. പിന്നെ കൂടുതലൊന്നും എനിക്ക് അറിയില്ല. ഇത് നമ്മുടെ കുട്ടി പട്ടാളം. നമുക്ക് അവരോടും കൂടി ചോദിക്കാം. എന്താണ് ശിവരാത്രി? ശിവൻ ഉറങ്ങണ ദിവസം. അത്ര അറിയുള്ളൂ. പിന്നെ നോലുമ്പൊക്കെ എടുക്കും. എന്നിട്ട് എനിക്ക് നോലുമുണ്ടാ? അതെല്ലേ, അനക്കുണ്ടാ? എന്നിട്ട് എന്താ വായല്? അപ്പൊ നമ്മൾ കുറച്ച് പേരോടൊക്കെ ചോദിച്ചു എന്താണ് ശിവരാത്രിയുടെ ഐതിഹ്യം എന്നൊക്കെ. അപ്പൊ അറിയണമൊക്കെ എല്ലാരും പറഞ്ഞിട്ടുണ്ട്. അതിൽ ഞാൻ മാത്രം പറഞ്ഞത് കുറച്ച് വെറൈറ്റി ആയെന്ന് എനിക്കൊരു സംശയമുണ്ട്. പക്ഷെ അത് കുഴപ്പമില്ല, അറിവില്ലായ്മ ഒരു തെറ്റില്ലല്ലോ. വേണ്ട. ഓക്കെ, അപ്പൊ ഇന്ന് അത്രയൊക്കെയല്ലേ ഉള്ളൂ. അപ്പോ എല്ലാവരും ഉറക്കൊഴിച്ചിട്ട് ശിവരാത്രി ആഘോഷിക്കുക. എല്ലാവർക്കും
നമ്മളുടെ ശിവരാത്രി വക ആശംസകൾ. Bye.